ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ചാനലുകളിലൊന്നാണ് മറുനാടൻ സാജൻസ് കറിയ. എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. എൻ്റെ നാടിനെ ഒരു വെറൈറ്റി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ മല്ലപ്പള്ളിക്ക് ഞാനൊരു പുതിയ മുഖച്ഛായ സൃഷ്ടിക്കും. അതാണ് എൻ്റെ ലക്ഷ്യം. കല്ലോ മണ്ണോ തടിയോ ഇല്ലാതെ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ വീട്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിലല്ലല്ലോ മത്സരിക്കുന്നത്, ഒരു സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു. അതിൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ നാടിന് വേണ്ടി എനിക്ക് സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കും. നമസ്കാരം. ഇവിടെ ഒരു വ്യത്യസ്തനായ സ്ഥാനാർത്ഥിയുണ്ട്. മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ടി തോമസ് എന്ന ജെയിംസ് തലച്ചിറക്കൽ. അദ്ദേഹത്തിൻ്റെ വീട് വളരെ കൗതുകമാണ്. കപ്പൽ പോലെയുള്ളൊരു വീടാണ്. ആ കപ്പൽ പോലെയുള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചിഹ്നമായി ലഭിച്ചിരിക്കുന്നതും ഏറെ കൗതുകമുണർത്തുന്ന സംഭവമാണ്. നമസ്കാരം. മറുനാടൻ സാജന്റ് അല്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ചാനലുകളിലൊന്നാണ് മറുനാടൻ സാജൻസ് കറിയ. എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പം ധൈര്യമായിട്ട് കയറി വരിക. ഏതായാലും നമുക്ക് ഇവിടെ തന്നെ സംസാരിക്കാം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളൊക്കെയാണ്? തെരഞ്ഞെടുപ്പിന്റെ തിരക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഈ 15-ാം വാർഡിൽ മത്സരിക്കുന്നത്. എൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ എൻ്റെ നാടിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാമെന്ന് പ്രായോഗിക ജീവിതത്തിൽ ഞാൻ കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുക. എൻ്റെ വീടിൻ്റെ വെറൈറ്റി പോലെ തന്നെ എൻ്റെ നാടിനെ ഒരു വെറൈറ്റി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് എൻ്റെ ഈ 15-ാം വാർഡിലുള്ള ഓരോ വോട്ടേഴ്സിനോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അവരുടെ മെമ്പറായിട്ട് എന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈ മല്ലപ്പള്ളിക്ക് ഞാനൊരു പുതിയ മുഖച്ഛായ സൃഷ്ടിക്കും. അതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇൻവോൾവ് ആയിട്ടില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്നെ കാൻഡിഡേറ്റ് ആക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വേണ്ടത് ഫ്രീഡമാണ്. ആ ഫ്രീഡത്തിൽ നിന്നുകൊണ്ട് എൻ്റെ നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ ആലോചിക്കുകയാണ്. അത് പ്രവൃത്തിയിലൂടെ ഞാൻ ഈ നാടിന് കാണിച്ചു കൊടുക്കും. ചിഹ്നം അതും ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ എൻ്റെ വീട് നിർമ്മിച്ചതും കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ വീടിനുള്ളത് 3 എലിവേഷനാണ്. അതിൽ ഷിപ്പിൻ്റെ ഷേപ്പിലുള്ള ആണ് ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് അപ്രൂവൽ ചെയ്തിരിക്കുന്നത്. അതും എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എന്നെ ഈ പ്രാവശ്യം എൻ്റെ 15-ാം വാർഡിലുള്ള എല്ലാ കാൻഡിഡേറ്റും ഷിപ്പിൻ്റെ അടയാളത്തിൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക. എൻ്റെ വിജയം അവരുടെ വിജയമാണ്. കപ്പലാണ് എൻ്റെ ചിഹ്നം. ആ കപ്പലിൻ്റെ അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ചാൽ എൻ്റെ നാടിൻ്റെയും വിജയമാണത്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വീട് പണിതിരിക്കുന്നത് കപ്പലിൻ്റെ മാതൃകയിലാണ്. അതെന്താണ് അങ്ങനെ ഒരു? ഞാൻ കൂടുതലും യാത്രകൾ ചെയ്തത് 3 വാഹനങ്ങളിലാണ്: ട്രെയിന്, പ്ലെയിന്, ഷിപ്പ്. അപ്പം അത് എൻ്റെ മനസ്സിൽ വന്ന ചിന്തകൾ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എലിവേഷനിൽ എൻ്റെ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥം. ഒരു ഭാഗം ഷിപ്പാണ്, ഒരു ഭാഗം ഷിപ്പ്, ഒരു ഭാഗം ട്രെയിന്, ഒരു ഭാഗം പ്ലെയിന്. അങ്ങനെ 3 എലിവേഷനിലാണ് ഞാൻ എൻ്റെ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ആൾക്കാർ, ഞാനൊരു മെമ്പറായി ഈ നാട്ടിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ കപ്പൽ എന്ന അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ. ഇത് എത്ര ലക്ഷം രൂപ ഇത് നിർമ്മിക്കുമ്പോൾ? ഓൾമോസ്റ്റ് 60-70 ഒക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ കൊറോണയുടെ ടൈമിലായതുകൊണ്ട് അങ്ങനെയൊക്കെ എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒരുപാട് പൈസ ആയിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഒന്നും ഇല്ലായിരുന്നു ആ ടൈമിൽ. ഇപ്പം പിന്നെ ഏജൻസികളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ എക്സ്പെൻസീവായിട്ടാണ് അന്ന് അനുഭവപ്പെട്ടത്. പക്ഷേ ഇത്ര ഏരിയ ഉള്ളതുകൊണ്ട് കോൺക്രീറ്റിൻ്റെ ഒരു 60% പോലും ഇതിന് വരുന്നില്ല. കല്ലോ മണ്ണോ തടിയോ ഇല്ലാതെ ആർക്കെങ്കിലും ഒരു വീട് നിർമ്മിക്കാമെന്ന് ഞാൻ പ്രായോഗിക ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ വിജയങ്ങളിലൊന്ന്. ഡിസൈനൊക്കെ ചെയ്ത് ആരാണ്? ഡിസൈനും ആർക്കിടെക്ട് വർക്കും എല്ലാം ചെയ്തത് ഞാൻ തന്നെയാണ്. ഞാൻ സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു വീടാണിത്. ഡൈനിങ് ഹാളാണിത്. ഇതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. ദയവായി കടന്നു വരിക. ഇതാണ് എൻ്റെ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. ഇത് ഈ വീടിനുള്ള പ്രത്യേകതകൾ ഞാൻ പറഞ്ഞല്ലോ. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, കല്ലോ മണ്ണോ തടിയോ ഇല്ലാതെ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ വീട്. ഈ വീടിന് 3 ബെഡ്റൂമാണ് ഉള്ളത്. ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് ഇതിൻ്റെ 2ാമത്തെ ബെഡ്റൂം. ഒരു ശരിക്കും കപ്പലിനകത്ത് കയറിയ ഫീലിംഗ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും എല്ലാവരും പറയുന്നുണ്ട് അതൊക്കെ തന്നെ. ഈ വീടിൻ്റെ ഇൻസൈഡിൽ കയറുന്നവർക്ക് ഇതിന് ഒരുപാട് വൈഡ് ഏരിയകളുണ്ടെന്നാണ് പറയുന്നത്. ഔട്ട്സൈഡിലെ എലിവേഷൻ അല്ല. ഇൻസൈഡിൽ കയറി കഴിഞ്ഞാൽ
നല്ല സ്പേസ് ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഈ വീട്ടിൽ പെയിൻറ്റിങ് ഇത് മാത്രമേ ഉള്ളൂ. ഇതെൻ്റെ മൂത്ത മോൻ തന്നെ അവൻ്റെ ഐഡിയ ചെയ്യുകയായിരുന്നു. ബാക്കി കംപ്ലീറ്റ് ഞങ്ങൾ വാൾപേപ്പറെ കവർ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം. ഇതെൻ്റെ രണ്ടാമത്തെ മോൻ അവൻ്റെ ഇഷ്ടത്തിനെല്ലാം ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ കോക്പിറ്റ് പോലുള്ള ഏരിയ. ഇതൊരു സിറ്റ് ഔട്ട് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ടെമ്പർ ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ് ഇതിൻ്റെ, പിന്നീട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇതിൻ്റെ കിച്ചൺ. ഇത് കിച്ചൺ കണ്ട ആൾക്കാരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു. ഇത് വൈഡായിട്ടുള്ള ഏരിയ ഉള്ളതുകൊണ്ട്. അതുതന്നെയല്ല, ഞാനിത് കംപ്ലീറ്റ് SSA തീർത്തേക്കുന്ന കിച്ചണാണ്. ഈ കിച്ചൺ 2-3 ജനറേഷൻ കഴിഞ്ഞാലും ഇതിനൊന്നും സംഭവിക്കത്തില്ല. അതുപോലെ തന്നെ ഇവിടെ കിടക്കും. പിന്നെ ഇതിൻ്റെ താഴോട്ടുള്ള എക്സിറ്റ് ഇതുവഴിയാണ്. ഇതുവഴി താഴോട്ടുള്ള എക്സിറ്റും ഉണ്ട്. എൻ്റെ വീടിനുള്ള പിന്നുള്ള പ്രത്യേകതകൾ ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ വീടിൻ്റെ ഡോർസും വിൻഡോസും എല്ലാം സ്ലൈഡിങ് സിസ്റ്റമാണ്. ഇത് അതുപോലെ തന്നെ ഇതിനുള്ള വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇടുക്കി ആർച്ച് ഡാമിനെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഇത്, ഈ വോള്. അതുപോലെ തന്നെയുള്ള വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വീടിൻ്റെ ഈ ഡോർസ് അങ്ങ് സ്ലൈഡായി പോകും കംപ്ലീറ്റ്. ഇത് സ്ലൈഡായി പോകും. അതുപോലെ തന്നെ ആ വോളും സ്ലൈഡായി പോകും. എന്നിട്ട് ഈ വീട് കംപ്ലീറ്റ് ഈ ഡയറക്ഷനിലൊരു ഹോളാവും. എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഞങ്ങൾ ഒരുപാട് ഫങ്ഷനൊക്കെ ഇതിനകത്ത് നടത്തിയതാണ്. ആൾക്കാർക്കൊക്കെ ഒരുപാട് വന്ന് ഇന്ന് ഈസി ആയിട്ടിരുന്ന് ഓരോരോ ഫങ്ഷൻ നടത്താനുള്ള ഫെസിലിറ്റി ഇതിനകത്തുണ്ട്. ഇത്രയൊക്കെയാണ് എൻ്റെ വീടിൻ്റെ പ്രത്യേകതകൾ. വീട് കണ്ടു. നമ്മൾ നാട്ടിലൊക്കെ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ എന്ത് പറയുന്നു ആൾക്കാരൊക്കെ? നല്ല പ്രതികരണമാണ് എല്ലാവരിൽ നിന്നും എനിക്ക് കിട്ടുന്നത്. കാരണം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിലല്ലല്ലോ മത്സരിക്കുന്നത്, ഒരു സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. അതിൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ നാടിന് വേണ്ടി എനിക്ക് സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുക. അതാണ് എൻ്റെ ലക്ഷ്യം. അല്ല, എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികളോട് ഒരു വെറുപ്പും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോട് തീർന്നാൽ അവരുടെ അടിമയായി പോകും ഞാൻ. അതുകൊണ്ട് സ്വതന്ത്രമായി ചിന്തിച്ച് എൻ്റെ നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പ്രവൃത്തിയിലൂടെ ഞാൻ കാണിക്കും. ഈ ഫസ്റ്റ് തന്നെയാണോ ചിഹ്നം കപ്പൽ തന്നെ കൊടുത്തത്? അത് ഞാൻ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ എംബ്ലത്തിലുണ്ടായിരുന്ന 3 എണ്ണം ആദ്യം ഞാൻ പ്ലെയിനാണ് ഡിസൈൻ ചെയ്തിരുന്നത്. പക്ഷേ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഇതില്ല. പക്ഷേ എൻ്റെ ഷിപ്പിൻ്റെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഷിപ്പിൻ്റെ അടയാളം തന്നെ ഞാൻ കൊടുത്തത്. അത് ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് അപ്രൂവൽ ആക്കി തന്നു. അതിലെനിക്ക് അവരോടും വളരെ നന്ദിയുണ്ട്. ജയിക്കുമെന്ന് ഉറപ്പാണ്. ഒരു 99% വരെ എനിക്ക് ഹോപ്പുണ്ട്. പിന്നെ എല്ലാവർക്കും ഓരോ വിധിയുണ്ടല്ലോ, അതിൽ വിശ്വസിക്കുക. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വർക്ക് ചെയ്യുന്നു. എന്നെ ഒരു മെമ്പറായിട്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്യും. ഇനിയും എൻ്റെ വീടിൻ്റെ പ്രത്യേകതകളൊന്ന് കണ്ടല്ലോ. താഴ്വശം കംപ്ലീറ്റ് ഓപ്പണായിട്ട് ഇട്ടേക്കാണ്. ഒരു 10-50 വണ്ടിക്ക് പാർക്ക് ചെയ്യാവുന്ന പോലുള്ള ഏരിയ, 1 വേ സിസ്റ്റം ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ്. താഴെക്കൂടെ കറങ്ങി വന്ന് ഇതുവഴി അങ്ങ് ഇറങ്ങിപ്പോവാം. അങ്ങനത്തെ സിസ്റ്റമൊക്കെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത് ഒരുപാട് മനസ്സിൽ കുറേ കാലം ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റെ വീടിനുള്ള പ്രത്യേകതകൾ. അങ്ങനെ 30 വർഷക്കാലം വിദേശ രാജ്യത്ത് സിവിൽ എഞ്ചിനീയറായി ജോലി ചെയ്ത ജെയിംസ് തലച്ചിറയ്ക്കൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ സ്വന്തം ഭാവനയിൽ ഇങ്ങനെയൊരു വീട് നിർമ്മിച്ചിരിക്കുകയാണ്. ഒരു ഭാഗം കപ്പൽ, നടുഭാഗം ട്രെയിന്, മറ്റൊരു ഭാഗം എയ്റോപ്ലെയിൻ രീതിയിൽ മാതൃകയിലാണ് ഇങ്ങനെ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ചിഹ്നവും തിരഞ്ഞെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ട കപ്പലാണ്. ജെയിംസ് തലച്ചിറയ്ക്ക് എല്ലാവിധ വിജയാശംസകൾ നേർന്നുകൊണ്ട് ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, മല്ലപ്പള്ളി.